നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സാബി അലോൺസോ റയൽ മാഡ്രിഡിൽ നിന്ന് പുറത്തായല്ലോ. പുറത്താക്കപ്പെട്ടതോ അതോ ഇട്ടിട്ട് പോയതോ എന്നൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, സാബി അലോൺസോക്ക് ഈ സൂപ്പർ കപ്പ് ഒരു അൾട്ടിമേറ്റമായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ പോസിറ്റീവ് റിസൾട്ട് ഇല്ലെങ്കിൽ പുറത്താക്കപ്പെടും എന്ന വാർത്തകൾ ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ആ ഒരു ബിഗ് മാർജിനിൽ തോറ്റെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പുറത്താക്കൂ എന്നാണ്. അപ്പോൾ ഈ കളി ബിഗ് മാർജിനിലൊന്നും തോറ്റിട്ടില്ല. റയൽ മാഡ്രിഡിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു. സ്മോൾ ഡീറ്റെയിൽസിലാണ് അവർ കളി തോൽക്കുന്നത്. സ്മോൾ ഡീറ്റെയിൽസ്. അപ്പോൾ പിന്നെന്തുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സാക്കിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെയൊക്കെ സ്പാനിഷ് മാധ്യമങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ജേർണലിസ്റ്റുകളും ഒക്കെ ഇന്നലെ രാത്രി വരെ നൽകിക്കൊണ്ടിരുന്ന സൂചന സാബി തുടരും, സാബി സ്റ്റേയ്സ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അൽബാസറ്റയ്ക്കെതിരെയുള്ള കളിക്കായിട്ട് ടീമിനെ ഒരുക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നിടത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സാബി സാക്കഡ് എന്ന് ഒഫീഷ്യലി റയൽ മാഡ്രിഡ് തന്നെ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റയലിൻ്റെ താരങ്ങളെപ്പോലും മുൻകൂട്ടി കാര്യം അറിയിച്ചിട്ടില്ല. അവരറിയുന്നത് ഈ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സാബി ശരിക്കും സാഡാണ്, അദ്ദേഹം ദുഃഖിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് മറ്റ് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും അദ്ദേഹം മികച്ച കോച്ചാണ് എന്ന തരത്തിൽ തന്നെയാണ് യൂറോപ്പ് മൊത്തം പരിഗണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ലെവർക്യൂസനിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഹൈലി റേറ്റഡ് കോച്ച് തന്നെയാണ്. അദ്ദേഹം ദുഃഖിതനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് പിന്നെ അദ്ദേഹം ദുഃഖം കാണിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല ഈ തരത്തിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന്. ചില ഡിസ്കഷൻസ് നടന്നു. ആ ഡിസ്കഷൻസിൻ്റെ ഔട്ട്കമാണ് ഈ പുറത്താക്കൽ അല്ലെങ്കിൽ ഈ പുറത്തുപോക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇപ്പോൾ കഥനക്കൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സാബി അലോൺസോക്ക് ഡ്രസ്സിംഗ് റൂമിൽ പല താരങ്ങളുടെയും റെസ്പെക്റ്റ് നഷ്ടമായി കഴിഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, അത് താരങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ചിലർക്ക്, ഇപ്പോൾ വിനിയൊക്കെ പല ഘട്ടങ്ങളിൽ അത് തുറന്നങ്ങ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് വേണ്ട വിധത്തിൽ ഫലവത്താവുന്നില്ല എന്ന എതിർപ്പുകളും ഉണ്ടായിരുന്നു. പിന്നെ ലൈനപ്പ് സെലക്ഷൻസിലൊക്കെ വലിയ രൂപത്തിൽ എതിർപ്പുണ്ടായിരുന്ന താരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുറേ മുമ്പ് തന്നെ റിപ്പോർട്ട് വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കാർലോ അഞ്ചലോട്ടിയെയും സാബി അലോൺസോയെയും താരങ്ങൾ താരതമ്യം ചെയ്തിരുന്നു തുടക്കത്തിൽ. സ്വാഭാവികമാണത്. അഞ്ചലോട്ടിയെ പോലെ മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ പുതിയൊരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താരതമ്യം ജൂനിയറാണ് സാബി അലോൺസോ. സ്വാഭാവികമായിട്ടും അവിടെ അങ്ങ് ഇമ്മീഡിയറ്റ്ലി പിടിച്ചു നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവരുടെ വ്യക്തിത്വത്തെയൊക്കെ താരങ്ങൾ താരതമ്യം ചെയ്തു. എപ്പോഴും ഒരു ഫാദർലി അപ്രോച്ചാണ് കാർലോ അഞ്ചലോട്ടിയിൽ നിന്ന് ലഭിച്ചത്. അപ്രോച്ചബിളാണ് ആൾ. അതേസമയം സാബി അലോൺസോ അപ്രോച്ചബിൾ അല്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിലൊക്കെ പിന്നീട് മാറ്റങ്ങൾ വരുത്തി താരങ്ങളുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പിന്നാലെ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും ചില താരങ്ങളുമായിട്ട് വേണ്ട വിധത്തിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വിഷയമായി മാറി എന്നുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം ഗദനക്കൊപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 5-2 തോറ്റത്, അത് റയലിന് വലിയ ഷോക്കായിരുന്നു. ദ റിലേഷൻഷിപ്പ് വാസ് ഡാമേജ്ഡ് സിൻസ് ദാറ്റ് ഡിഫീറ്റ്. ആ തോൽവിയോടുകൂടി സാബി അലോൺസോയും ക്ലബ്ബുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡാമേജ്ഡായി കഴിഞ്ഞിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. സാബി അലോൺസോ മാനേജ്മെൻറ്റിനോട് ലാസ്റ്റ് മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ എൽ ആർഗ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത്, ദി പ്ലേയേഴ്സ് ഹാവ് ടു മച്ച് പവർ. പല താരങ്ങൾക്കും ആവശ്യത്തിലധികം പവർ ഉണ്ട്. അത് ഒരിക്കലും ടീമുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ സാബി നിലപാടെടുത്തിരുന്നു എന്ന്. അതായത് നമുക്കറിയാം അതൊക്കെ ഇപ്പോൾ ആരൊക്കെയാണ് ആ താരങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹത്തിന് അപ്രമാദിത്വം വേണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ പല താരങ്ങളും അതിനോട് എതിർപ്പുമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ വിനിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ റിവാൾഡോയുടെയൊക്കെ ഒരു നിരീക്ഷണമുണ്ട്. കഴിഞ്ഞ എൽ ക്ലാസിക്കോ, ഇതിലല്ല, അതിന് മുമ്പത്തെ എൽ ക്ലാസിക്കോ അദ്ദേഹത്തെ സബ് ചെയ്തപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടൊക്കെ പോയല്ലോ. അതൊരു കാര്യം, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പുതുതായിട്ട് വരുന്ന ചില കോച്ചുമാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാണ്. അതായത് വിനിയോട് അങ്ങനെ ചെയ്യാമെങ്കിൽ മറ്റു താരങ്ങളോട് വന്ന് ചെയ്യാമെന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന്. അപ്പോൾ
തൻ്റെ ആ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി സാബി ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് പലപ്പോഴും താരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നാണ് നിരീക്ഷണം. പിന്നെ മറ്റൊരു കാര്യം, മാർക്ക റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം, റയൽ മാഡ്രിഡ് സാബി അലോൺസോയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു പിൻഡസിൻ്റെ കാര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ പിൻഡസിനെ ഉൾപ്പെടുത്തണം, കോംപ്രമൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. സാബി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ മാറ്റാൻ പറ്റില്ല. റയൽ മാഡ്രിഡ് ഈ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തു. പക്ഷേ ഒടുവിൽ ഈ കാര്യം അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഹി ബിലീവ്ഡ് ഹി വാസ് ഇൻ ദി സപ്പോർട്ടഡ്. ക്ലബിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ സപ്പോർട്ട് ലഭിച്ചില്ല എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി ദി ക്ലബ് ഡിസൈഡഡ് ഇറ്റ്സ് ബെസ്റ്റ് ഹി വിൽ ഗോ. അങ്ങനെയാണ് തീരുമാനമെടുത്തത് എന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്പോഴിതാ പിൻഡസ് തിരികെ എത്തുന്നു. ആർബിലോയെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടാകും പിൻഡസ് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പുറകിലുള്ള ചില കാര്യങ്ങൾ വൻഡാസറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജിദ്ദയിൽ നിന്ന് മാഡ്രിഡിലേക്കുള്ള മടക്കയാത്രക്കിടയിൽ സാബി അലോൺസോയും ഹോസെ ഏഞ്ചൽ സാഞ്ചസും പ്ലെയിനിലിരുന്ന് സംസാരിച്ചു മാഡ്രിഡിലേക്കുള്ള യാത്രക്കിടയിൽ. എന്നിട്ട് കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്തു, എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. സാബി അലോൺസോ ഡിഡ് നോട്ട് സീ ഹൗ ദി സിറ്റുവേഷൻ വുഡ് ചേഞ്ച്, എങ്ങനെ കാര്യങ്ങൾ മാറും എന്നതിനെക്കുറിച്ചൊരു ധാരണയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഡിസിഷൻ എടുത്തു, അദ്ദേഹം പുറത്തേക്ക് പോകാൻ വേണ്ടി ഉള്ള ഡിസിഷൻ എടുത്തു. അദ്ദേഹം പുറത്ത് പോയെന്നോ പുറത്താക്കിയെന്നോ എന്നൊക്കെ പറയാം. കാരണം ഈ ഡിസിഷൻസൊക്കെ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒറ്റയടിക്ക് നീ അങ്ങ് പുറത്ത് പോകുമെന്ന് പറയുന്നതല്ല. സാബിക്ക് തുടരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് ഇതാണ് അവസ്ഥ, അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. സോ സ്ട്രൈറ്റ് ആഫ്റ്റർ ആർബിലോയെ അവർ കോച്ചായിട്ട് സൈൻ ചെയ്യുന്നു. ഇതാണ് വൻഡാസറോയുടെ പുറകിലുണ്ടായ സംഭവങ്ങളായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത വരുന്നത്, സാബി അലോൺസോ പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും എക്സോസ്റ്റഡ് ആയിരുന്നു ഫ്രം ദി ഈഗോ ആൻഡ് കോൺസ്റ്റന്റ് ലാക്ക് ഓഫ് റെസ്പെക്ട് ഫ്രം ദി ലോക്കർ റൂം എന്നുള്ളത്. അത് ഈ ഒരു വീക്കിൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലബിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിൽ വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കിട്ടിയില്ല എന്നൊരു തോന്നൽ സാബി അലോൺസോക്കും ഉണ്ടായിരുന്നു. സോ ട്രെയിനിങ് സെഷനുകളിൽ പലപ്പോഴും സാബി അലോൺസോ ബഹുമാനിക്കപ്പെട്ടില്ല എന്ന് എഡു അഗ്വേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ട്രെയിനിങ് വേണ്ട വിധത്തിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാബിയുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കാൻ വിമുഖത കാട്ടിയിരുന്നു. അതുപോലെ തന്നെ ചില താരങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ മാത്രം എത്തുക, എന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ വിട്ടു പോവുക. ഇത്തരത്തിൽ ടീം സ്പിരിറ്റിന് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സാബി അലോൺസോയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും അതുപോലെ തന്നെ ഫിറ്റ്നസ് കോച്ചും പലപ്പോഴും താരങ്ങളോട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ടാക്ടിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി പറയേണ്ടി വരികയും പലപ്പോഴും അത് അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് എഡു അഗ്വേർ റിപ്പോർട്ട് ചെയ്യുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒടുവിൽ അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് സാബി അലോൺസോക്ക് അവിടെ അദ്ദേഹത്തിന് മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. താരങ്ങളിൽ നിന്ന് വേണ്ടത്ര റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അതുപോലെ താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല, തൻ്റെ ഐഡിയക്കനുസരിച്ചല്ല ടീം പോകുന്നത് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറുഭാഗത്ത് ക്ലബിനും കാര്യങ്ങൾ വേണ്ട വിധത്തിലല്ല സാബിയുടെ കീഴിൽ നടക്കുന്നത് എന്ന തോന്നലും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചേർന്നാണ് ഈ പുറത്തുപോക്ക്. അപ്പോൾ പുറത്തായതാണ് അല്ലെങ്കിൽ പുറത്താക്കിയതാണ് എന്ന് പറയുമ്പോൾ രണ്ടും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിലേക്ക് അവരെത്താനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ സാബി തുടരാൻ ആഗ്രഹിച്ചിരുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കതിലൊരു കൺക്ലൂഷനായിട്ട് പറയാൻ കഴിയുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാവുകയായിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ 3 വർഷത്തേക്കുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അതാണ് ഒരു 5-6 മാസം കൊണ്ട് അവസാനിക്കുന്നത്. ആ കോച്ചിന് മേൽ വലിയ രൂപത്തിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന കോച്ചിനും ഇവിടെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മത്സരങ്ങളുടെ ഒരു റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാബിയുടെ കീഴിൽ 34 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കളിച്ചത്. 24 വിജയങ്ങൾ, 4 സമനിലകൾ, 6 തോൽവികൾ. ലാലിഗയിൽ 2ാം സ്ഥാനത്തും UCL 7ാം സ്ഥാനത്തുമാണ്. എൽ ക്ലാസിക്കോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1 വിജയവും 1 തോൽവിയുമാണ്. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ഇപ്പോൾ FC ബാഴ്സലോണയോട് തോറ്റിരിക്കുന്നു. PSG ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ തോറ്റു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുറഞ്ഞ കാലത്തെ കോച്ചിങ്, റയൽ മാഡ്രിഡ് കോച്ച് എന്നുള്ള
ആ ഒരു സ്ഥാനത്തിരുന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും സാബി പുറത്തേക്ക് പോയി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാബിക്ക് തുടരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ റയൽ അദ്ദേഹത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് പിന്നീട് തീരുമാനിച്ചത്. അത് ചർച്ച ചെയ്യപ്പെട്ടു. പലതരത്തിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് വേണം സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൽ എത്താം.